السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കായിക ഉണ്ടായിരുന്നു അല്ലേ മാലായത്തിമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ ഒരു വാജിബ് പൂർണ്ണമാകണമെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതൊക്കെ വാജിബാകുന്നു എന്ന് പറഞ്ഞൊരു കായിക ഉണ്ടായിരുന്നു. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഹറാം ഒഴിവാക്കണമെങ്കിൽ മറ്റ് എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണോ അതൊക്കെ നമ്മുടെ മേലിൽ നിർബന്ധമാകുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഹറാമിനെ ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് ജായിസായ ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ആ ജായിസായ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതും നമ്മുടെ മേലിൽ എന്താകുന്നു നിർബന്ധമാകുന്നു. അതാണ് പറയുന്നത്. അതാ മാലാ യത്തിമു തെർക്കു മുഹറമിൻ ഒന്ന് ലാ യത്തിമു തെർക്കു മുഹറമിൻ ഒരു മുഹറമായ ഒരു കാര്യത്തെ ഒഴിവാക്കുക എന്നുള്ളത് പൂർണ്ണമാകൂല ഇല്ലാ ബിഹി ആ ഒരു കാര്യം കൊണ്ടല്ലാതെ. അപ്പം ഒരു ജായിസായ ഒരു കാര്യം കൂടി ഒഴിവാക്കിയാലേ ഒരു ഹറാമിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുള്ളൂ എങ്കിൽ ആ ജായിസായ കാര്യത്തെ ഒഴിവാക്കുക എന്നുള്ളത് വാജിബുൻ അത് നമ്മുടെ മേലിൽ എന്താകുന്നു വാജിബാകുന്നു. അതാണ് അതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം. ഇനി നമുക്ക് ചർച്ച ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് കാണാം. അപ്പോൾ ഇത് വജബ തെർക്കു അതിന് ഒഴിവാക്കൽ നിർബന്ധമാണ്. അങ്ങനത്തെ ജായിസായ ഒരു കാര്യത്തെയും ഒഴിവാക്കൽ നിർബന്ധമാണ് എന്നുള്ളത് തന്നെയാണ് പ്രബലമായ അഭിപ്രായം. ഇനി ഇത് രണ്ട് ഇനങ്ങളാണ്. അതായത് ഒന്ന് ഇനി അഖ്തലത്തുഹു ബി അജ്നബിയത്തിൻ ഒരാളുടെ ഭാര്യ ഒരു അന്യ സ്ത്രീയുമായിട്ട് കൂടിക്കലർന്നാൽ ഹറുമത്ത അത് രണ്ടുപേരും ഹറാമാവും. കാരണം ഇവൻ്റെ ഭാര്യ കുറേ അന്യ സ്ത്രീകളുടെ കൂട്ടത്തിൽ മറ്റൊരു അന്യ സ്ത്രീയുമായിട്ട് കൂടിക്കലർന്ന് ഒരു ഇരുട്ടുള്ള സമയത്തൊക്കെയാണെന്ന് വിചാരിച്ചോ, അവിടെ ഇവൻ്റെ ഭാര്യയുണ്ട്, ഒരു അജ്നബിയായൊരു ഭാര്യയുണ്ട്. അപ്പോൾ ഇവൻക്ക് എന്താകാൻ പാടില്ല, ഈ രണ്ടാളടുത്തേക്കും പോകാൻ പാടില്ല. കാരണം അവിടെ ഇഖ്തിലാത്തുണ്ടായിട്ടുണ്ട്, ശുഭത്തുണ്ട് അവനക്ക് അല്ലേ. അപ്പോൾ ഒരു ഹറാമിനെ ഒഴിവാക്കാൻ വേണ്ടി എന്താവണം, ഇവിടെ ഒരു ഹലാലായ ഒരു കാര്യത്തെ ഇപ്പം ഒഴിവാക്കണം. അതായത് ഹറാം പറഞ്ഞാൽ ഈ ചങ്ങായിക്ക് അന്യ സ്ത്രീയുമായിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ ഇല്ലല്ലോ, അത് ഹറാമല്ലേ, അത് ഹറാമാണ്. എന്നാൽ ഈ ചങ്ങായിൻ്റെ ഭാര്യൻ്റെ അടുത്തേക്ക് പോകൽ ജായിസുമാണ്. പക്ഷെ ഇവിടെ ഈ അന്യ സ്ത്രീയുടെ അടുത്തേക്ക് പോകുക എന്നുള്ള ഈ ഒരു ഹറാം ഒഴിവാക്കണമെങ്കിൽ ഈ ഒരു ജായിസായ തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകുക എന്നുള്ളതും കൂടി എന്താവേണ്ടി വരും, ഒഴിവാക്കേണ്ടി വരും. അപ്പം അതാണ് ആ ജായിസായ ഒരു കാര്യവും അപ്പം ആ നേരത്തെ എന്താവും, അപ്പം അത് ഹറുമത്ത ആ രണ്ട് പെണ്ണുങ്ങളും ഇവൻ്റെ മേലിൽ ഹറാമാവും. അതുകൊണ്ട് ആ ഭാഗത്തേക്കേ പോകാൻ പാടില്ല എന്നർത്ഥം. ഇനി അതേപോലെ തന്നെ ഇൻ തൊല്ലക്ക മുഅയ്യനത്തൻ സുമ്മ നസിയഹ ഓനക്ക് കുറേ ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷെ അതിൽപ്പെട്ട ഏതോ ഒരു പെണ്ണിനെയാണ് ഓന് തൊലാക്ക് ചൊല്ലിയത്. അപ്പം ഇന്നാലിന്നൊരു പെണ്ണിനെയാണ് തൊലാക്ക് ചൊല്ലിയത്. പക്ഷെ പിന്നെ അത് ആരെയാണ് തൊലാക്ക് ചൊല്ലിയത് എന്ന് ഓൻ മറന്നുപോയി. അതിപ്പോൾ ഒരാൾക്ക് ആയിഷ, ഫാത്തിമ, ഖദീജ പറഞ്ഞാണ്ട് 3 ഭാര്യമാരുണ്ടെന്ന് വിചാരിക്കുക. ഇവന് അതിൽ പെട്ട ഖദീജാനാണ് തൊലാക്കില്ലത്. പക്ഷെ പിന്നെ ഓനക്ക് മോൻ മറന്നുപോയി, ഞാൻ അപ്പോൾ ഖദീജാനെയാണോ അതോ ഫാത്തിമാനെയാണോ അതോ ആയിഷാനെയാണോ തൊലാക്കല്ലേന്ന് സംശയമായാൽ ഹറുമ അലഹി ജമീഉ നിസാഹി എല്ലാ ഭാര്യമാരും എൻ്റെ മേലെ ഹറാമാണ്. കാരണം ഈ കൂട്ടത്തിൽപ്പെട്ട ഒന്നിനും ഓൻ എന്തായിട്ടുണ്ട്, തൊലാക്കല്ലിയിട്ടുണ്ട്. അപ്പം ആ തൊലാക്കല്ലിയ പെണ്ണിൻ്റെ അടുത്തേക്ക് പിന്നെ എനിക്ക് പോകാൻ പറ്റുമോ ഇല്ലല്ലോ. അപ്പം ആ ഒരു ഹറാം ഒഴിവാക്കണമെങ്കിൽ ഹലാലായ മറ്റ് 2 ഭാര്യമാരും കൂടി എന്താവേണ്ടി വരും, ഇവന് ഒഴിവാക്കേണ്ടി വരും. ഒഴിവാക്കുക പറഞ്ഞാൽ ഇത് ആരെയാണ് തൊലാക്കല്ലിയെന്ന് മനസ്സിലാകുന്ന കാലത്തോളം ഇവന് 3 ആളും ഇവൻ്റെ മേലിൽ എന്താവും, ഹറാമാവും. 3 ആളെടുത്തേക്കും എനിക്ക് പോകാൻ പറ്റൂല എന്ന്. അപ്പം അതാണ് പറയുന്നത്. ഫലോ തഅസ്സറ തെർക്കുൽ മുഹറമി ഫലോ തഅസ്സറ ബുദ്ധിമുട്ടായാൽ തെർക്കുൽ മുഹറമി ഒരു മുഹറമായ ഒരു കാര്യത്തെ ഒഴിവാക്കൽ ബുദ്ധിമുട്ടായി ഇല്ലാ ബി തെർക്കി വൈരിഹി മറ്റു കാര്യങ്ങളും ഒഴിവാക്കിയാൽ അല്ലാതെ ഒരു ഹറാമായ ഒരു കാര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. അങ്ങനെ ബുദ്ധിമുട്ടായി മിനൽ ജായിസായ കാര്യങ്ങളിൽ നിന്ന്. അപ്പം ഒരു ഹറാം ഒഴിവാക്കണമെങ്കിൽ ജായിസായ കാര്യങ്ങളിൽ നിന്നുള്ള ചില കാര്യങ്ങളും കൂടി ഒഴിവാക്കാൻ അത്യാവശ്യമായി വന്നാൽ ഏതുപോലെ കമായിൻ കലീലിൻ കുറഞ്ഞ വെള്ളം പോലെ വഖാഫിഹി ബൗലുൻ അതിൽ എന്തായി മൂത്രം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നജസിനെ ഒഴിവാക്കുക എന്നുള്ളത് നമ്മുടെ മേൽ ഹറാമാണ്. എന്നാൽ വെള്ളം നമുക്ക് എന്താകും ഉപയോഗം ചെയ്യുക. പക്ഷെ കുറഞ്ഞ വെള്ളത്തിലേക്ക് ഇതാവുമ്പോൾ എന്താവും, ആ ജായിസായ വെള്ളം കൂടി നമുക്ക് ഉപയോഗിക്കൽ ഹറാമായിട്ട് മാറും. അപ്പം അങ്ങനെ ഒരു ഹറാമിനെ ഒഴിവാക്കൽ ഒരു ജായിസായ കാര്യം ഒഴിവാക്കിയാലല്ലാതെ പൂർണ്ണമാകൂല എങ്കിൽ
വജബ് തെർക്കു ദാലിക്കൽ ഗൈരി, ആ ജായിസായ കാര്യത്തെയും ഒഴിവാക്കൽ നമ്മുടെ മേലിൽ നിർബന്ധമാകും. അപ്പോൾ ഒരു ഹറാം ഒഴിവാക്കാൻ ജായിസായ മറ്റ് എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണമോ ആ മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കലും നമ്മുടെ മേലിൽ എന്താകും? വാജിബാകും. കാരണം ലി തവക്കുഫി തെർക്കിൽ മുഹറമി, മുഹറമിനെ ഒഴിവാക്കുക എന്നുള്ളത് നിൽക്കുന്നതിൻ്റെ മേലിൽ, അല്ലദീ ഹുവ വാജിബുൻ അലൈഹി, അത് അവൻ്റെ മേലിൽ നിർബന്ധമാണല്ലോ. അതായത് ഒരു ഹറാമിനെ ഒഴിവാക്കുക എന്നുള്ളത് അവൻ്റെ മേലിൽ നിർബന്ധമാണ് അല്ലേ? ഹറാമായ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഒരു ഹറാമിനെ ഒഴിവാക്കുക എന്നുള്ളത് അവൻ്റെ മേലിൽ നിർബന്ധമാണ്. ആ ഹറാമിനെ ഒഴിവാക്കണമെങ്കിൽ ചിലപ്പോൾ ജായിസായ കാര്യങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ അതും ആ ജായിസായ കാര്യത്തെ ഒഴിവാക്കുക എന്നുള്ളതും നമ്മുടെ മേലിൽ എന്താകും? നിർബന്ധമായിട്ട് വരും. ഇനി അതിനുള്ള രണ്ട് മസലകളാണ് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ മസലകൾ. അവ്യഖ്തലത്തത്ത് ഐ ഇസ്തബഹത്ത്, കൂടിക്കലർന്നു, മങ്കൂഹത്തുൻ, ഇവൻ വിവാഹം കഴിച്ച ഒരു പെണ്ണ്, മങ്കൂഹത്തുൽ റജുലിൻ, ഒരു പുരുഷൻ വിവാഹം കഴിക്കപ്പെട്ട ഒരു സ്ത്രീയും, ബി അജ്നബിയത്തി മിൻഹു, ഇവന് ഒരു അന്യ സ്ത്രീയുമായിട്ട് എന്തായി? കൂടിക്കലർന്ന്. അപ്പോൾ ഇവൻ കല്യാണം കഴിച്ച ഇവൻ്റെ ഒരു ഭാര്യയും ഒരു അന്യ സ്ത്രീയും കൂടി ഇഷ്തബഹത്ത്, എന്ന് പറഞ്ഞാൽ അവ്യക്തമായി എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ആരാണ് കല്യാണം കഴിച്ചത് എന്നോ, അങ്ങനെ, അല്ലെങ്കിൽ കല്യാണം കഴിച്ച പെണ്ണും മറ്റേ പെണ്ണും കൂടി ഒരു ഇരുട്ടുള്ള സ്ഥലത്തായി എന്നോ, അല്ലെങ്കിൽ ഇവനിപ്പോൾ ജ്യേഷ്ഠാന്യത്തിമാരുണ്ട്, അല്ലെങ്കിൽ ട്വിൻസ് ഉണ്ട്, അതിൽപ്പെട്ട ഒന്നിനെയാണ് കല്യാണം കഴിച്ചത്, പക്ഷെ ഇതിൽ ഏതിനെയാണ് കല്യാണം കഴിച്ചതെന്ന് എനിക്ക് അറിയില്ല. ഒരു ഉദാഹരണം പറയാം, ആദ്യ രാത്രിയൊക്കെ ആയിരുന്നു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുമായിരുന്നു, അപ്പോൾ ഇതിൽ ഏതിനെയാണ് അവൻ കല്യാണം കഴിച്ചതെന്ന് മനസ്സിലാകണില്ല. അപ്പം അങ്ങനെയൊക്കെയാണെങ്കിൽ ഹറുമത്ത, ഈ രണ്ടാളോടും ഇവന് രണ്ടാളും ഇവനക്ക് എന്താവും? ഹറാമായി മാറും. കായ് ഹറുമ ഖുർബാനുഹുമ അലൈഹി, ഈ രണ്ടാളോടും ഇവന് അന്യരിക്കൽ എന്താവും? ഇവൻ അടുക്കൽ ഹറാമാണ്. കാരണം ഇതിൽ ഒന്ന് ഇവനക്ക് എന്തായാലും ഹറാമായ പെണ്ണല്ലേ, ഒന്ന് ഇവൻ്റെ അന്യ സ്ത്രീയാണ്, മറ്റേത് അവനക്ക് ഹലാലായ സ്ത്രീയാണ് എങ്കിലും. അപ്പം ഈ ഹറാമായ സ്ത്രീയോട് അടുക്കുക എന്നുള്ളത്, ഈ അന്യ സ്ത്രീയോട് അടുക്കൽ അവൻ്റെ മേലിൽ ഹറാമാണ്. അപ്പം ആ ഹറാം ഒഴിവാക്കാൻ വേണ്ടി ഇവൻ എന്താവേണ്ടി വരും? ആ മറ്റേ സ്ത്രീയുമായിട്ടുള്ള ബന്ധവും ഒഴിവാക്കേണ്ടി വരും. ഇനി അതേപോലെ ഔ ത്വല്ലഖ മുഅയ്യനതൻ മിൻ സൗജതൈഹി മസലൻ, അവനക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു, ആ രണ്ട് ഭാര്യയിൽ നിന്ന് ഒരു മുഅയ്യനായ ഒരു പെണ്ണിനെയാണോ ത്വലാഖല്ലിയത്, അതായത് നിർണയിക്കപ്പെട്ട, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാത്തിമയും ആയിഷയാണുള്ളത്. അപ്പം അതിലത്തെ ഫാത്തിമേനാണ് തൊലാക്കല്ലിയത് എന്ന്, മുഅയ്യനായ ഒരു പെണ്ണിനെയാണ് തൊലാക്കല്ലിയത്. സുമ്മ നസിയ, പിന്നെ ആരെയാണ് തൊലാക്കല്ലിയെന്ന് മറന്നുപോയി. എന്നാൽ ഹറും അലൈഹി ഖുർബാനുഹുമ ആയതൻ, ആ രണ്ട് സ്ത്രീകളുടെ അടുത്തേക്ക് പോകലും എൻ്റെ മേലിൽ ഹറാമാണ്. കാരണം ഒന്ന് തൊലാക്കല്ലിയതാണ്, ആ തൊലാക്കല്ലിയ പെണ്ണിൻ്റെ അടുത്തേക്ക് എനിക്ക് എന്തായാലും പോകാൻ പറ്റൂല, അത് ഹറാമാണ്. അപ്പം ആ ഹറാം ഒഴിവാക്കണമെങ്കിൽ മറ്റേ പെണ്ണിൻ്റെ അടുത്തേക്ക് പോകലും എന്താവണം? ഒഴിവാക്കണം. കാരണം ഇതിൽ ആരെയാണ് തൊലാക്കല്ലിയത് എന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ അമൽ അജ്നബിയത്തു വൽ മുത്തല്ലഖത്തു ഫളാഹിറുൻ, അപ്പോൾ ഈ അന്യ സ്ത്രീ അതേപോലെ തൊലാക്കല്ലപ്പെട്ട സ്ത്രീ ഫളാഹിറിന് വ്യക്തമാണ്, അവർ രണ്ടുപേരും എൻ്റെ മേലിൽ ഹറാമാന്നുള്ളത് വ്യക്തമാണല്ലോ അല്ലേ? ഒന്ന് അന്യ സ്ത്രീയാണ്, ഇവനക്ക് എന്തായാലും എടുക്കാൻ പറ്റൂല, മറ്റേ തൊലാക്കല്ലപ്പെട്ട സ്ത്രീയാണ്, അത് ഇവനക്ക് എടുക്കാൻ പറ്റൂല. അപ്പോൾ അത് രണ്ടും വ്യക്തമാണ്, അവരുടെ രണ്ടാളുടെ അടുത്തേക്കും പോകാൻ പാടില്ല, അത് രണ്ടും ഇവൻ്റെ മേലിൽ ഹറാമാന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ അമ്മൽ മങ്കൂഹത്തു, ഇവൻ കല്യാണം കഴിച്ചൊരു പെണ്ണ്, അത് ഇവനക്ക് ഹലാലാണല്ലോ, അതേപോലെ വയറുൽ മുത്തല്ലഖത്തി, തൊലാഖ് ചെല്ലപ്പെടാത്ത പെണ്ണും, അവരുടെ അടുക്കിലേക്ക് പോകൽ എന്ത് കാരണത്താലാണ് ഹറാമായത്? ഫലിസ്തിബാഹിമ ബിൽ അജ്നബിയത്തി വൽ മുത്തല്ലഖത്തി, ഫലിസ്തിബാഹിമ, അവർ രണ്ടുപേരും അവ്യക്തമായത് കാരണത്താലാണ്, ബിൽ അജ്നബിയത്തി വൽ മുത്തല്ലഖത്തി, ആ അജ്നബിയായ പെണ്ണിനെ കൊണ്ടും അതേപോലെ മുത്തല്ലഖായ പെണ്ണിനെ കൊണ്ടും. അതായത് ഇതിൽ അജ്നബിയത്ത് ഏതാണ്, മങ്കൂഹത്ത് ഏതാണെന്നുള്ളത് അവ്യക്തമായി, അതുകൊണ്ടാണ് ഈ മറ്റേ പെണ്ണും കൂടി എന്തായത്? ഇവൻ്റെ മേലിൽ ഹറാമായത്. അതേപോലെ മുത്തല്ലഖത്തിൻ്റെ വിഷയവും വയറു മുത്തല്ലഖത്തും, ഇത് രണ്ടും കൂടി അവ്യക്തമായി. അപ്പോൾ ഇതിലേതാണ് മുത്തല്ലഖായ പെണ്ണ്, ഏതാണ് വയറു മുത്തല്ലഖായ പെണ്ണ് എന്ന് മനസ്സിലാകാത്ത കാരണത്താലാണ് ഇവൻക്ക് ആ പെണ്ണും കൂടി ഹറാമായി മാറിയത്. വഖദ് യൽഹറുൽ ഹാലു, എന്നാൽ ചിലപ്പോൾ ഈ അവസ്ഥ പിന്നീട് എന്തായേക്കാം? വ്യക്തമായേക്കാം അല്ലേ? ഇപ്പം ഇങ്ങനെ എൻ്റെ മേലിൽ അവ്യക്തത ഉണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും അല്ലേ? ഇന്ന പെണ്ണിനെ തന്നെയാണ് ഇവൻ കല്യാണം കഴിച്ചത്, അല്ലെങ്കിൽ ഇന്ന പെണ്ണിനെയാണ് തൊലാക്കല് എന്നൊക്കെ കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പം എന്താവും? പിന്നീട് ലോഹിറാവും. ഫയർജിആൻ ഇലാ മാ കാനത അലൈഹി മിനൽ ഹില്ലി, അപ്പോൾ പിന്നെ
ആദ്യം ഉണ്ടായിരുന്ന ഹലാൽ എന്നുള്ള അവസ്ഥയിലേക്ക് തന്നെ മടങ്ങും അല്ലേ? അപ്പോൾ ഇവൻ കല്യാണം കഴിച്ച പെണ്ണിനെ പിന്നെ ഇവനക്ക് ഉപയോഗിക്കാം. അതേപോലെ വയറുൽ മുത്തലഖായ പെണ്ണിനെ ഇവനക്ക് പിന്നീട് ഉപയോഗിക്കാം. അപ്പോൾ കാര്യം വ്യക്തമായാൽ പിന്നെന്താവും, അത് ഹലാലായിട്ട് തന്നെ മാറും. അപ്പോൾ ഫലം യതഅദ്ദർ ഫീ ദാലിക തർക്കുൽ മുഹറമി വഹദു. അപ്പോൾ ആ നേരത്തെ പിന്നെ ഹറാമ് മാത്രം ഒഴിവാക്കുക എന്നുള്ള ബുദ്ധിമുട്ടാവൂലല്ലോ. കാരണം കാര്യം മനസ്സിലായി. അപ്പോൾ പിന്നെ ആ അജ്നബിയായ പെണ്ണിനെ മാത്രം ഒഴിവാക്കിയാൽ മതി. അതേപോലെ ത്വലാഖിൽപ്പെട്ട പെണ്ണിനെ മാത്രം ഒഴിവാക്കിയാൽ മതി. അപ്പം അങ്ങനെ ഹറാമായതിനെ മാത്രം ഒഴിവാക്കുക എന്നുള്ളത് ഇവൻ്റെ മേലിൽ ബുദ്ധിമുട്ടാകൂല. അപ്പോൾ ഫലം എത്തനാബൽഹു മാ ദുക്കിറ ഖബ്ലഹു. അപ്പോൾ ഈ മുമ്പ് പറഞ്ഞ അവസ്ഥയൊന്നും അവിടെ വരൂല അർത്ഥം. അപ്പോൾ തറക്ക ജവാബ് മസലത്തി ത്വലാഖി. ഈ ത്വലാഖിൻ്റെ മസലയുടെ ജവാബിന് മുസന്നിഫ് ഒഴിവാക്കിയത് ലിൽ ഇൽമി ബിഹി. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ. മിൻ ജവാബി മാ ഖബ്ലഹ, അതിൻ്റെ മുമ്പ് പറഞ്ഞതിൻ്റെ ജവാബിൽ നിന്ന് തന്നെ. ഇപ്പോൾ ഇവിടെ ഹറുമത്താന്ന് ഫസ്റ്റ് തൊട്ട് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞിരുന്നു? ഫസ്റ്റത്തെ മത്തിന് വെക്കാം. ഇഖ്തലതത്തും മങ്കൂഹത്തും ബിഅജ്നബിയത്തിൻ. വിവാഹം കഴിക്കപ്പെട്ട സ്ത്രീയും ഒരു അന്യ സ്ത്രീയുമായിട്ട് കൂടിക്കലർന്നാൽ ഹറുമത്ത, ഇവ രണ്ടു പേരും ഹറാമാകും എന്നുള്ള ഹറുമത്ത എന്നുള്ളൊരു ജവാബ് ഇവിടെ പറഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ നോക്ക്, ഔ ത്വല്ലക്ക മുഅയ്യനത്തൻ, ഒരു ഇന്നാലിനെ പെണ്ണിന് ത്വലാഖല്ലി സുമ്മ നസിഹ, പിന്നെ ആ പെണ്ണിനെ മറന്നു. അതിൻ്റെ ജവാബ് ഇവിടെ പറഞ്ഞിട്ടില്ല. ഹറുമത്ത എന്ന് പറയും പോലെ ജവാബ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ജവാബ് ഷാരിഹാണ് പറഞ്ഞത്. അപ്പം മുസന്നിഫ് ഇതിൻ്റെ ജവാബിനെ ഒഴിവാക്കിയത് എന്ത് കാരണത്താലാണ്? അലിൽ ഇൽമി ബിഹിമിൻ ജവാബി മാ ഖബ്ലഹ. മേൽ പറഞ്ഞതിൻ്റെ ജവാബിൽ നിന്ന് തന്നെ ആ കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? മേലപ്പവി ഹറുമത്ത എന്ന് പറഞ്ഞ ഈ ജവാബിൽ തന്നെ അതന്നെയാണ് ഇപ്പോൾ ഇവിടെയും ജവാബായിട്ട് വരിക എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകും. അപ്പോൾ വലൗ അഖറഹു അൻഹുമാ ലഹ്താജ് ഇലാ ദിക്രി മാ സിത്തുഹു ബഅദ ഖൗലിഹി മുഅയ്യനത്തൻ. ആ ജവാബിനെ പിന്തിപ്പിച്ച് പറഞ്ഞിരുന്നു എങ്കിൽ എന്താകും? ലഹ്താജ് ഇലാ ദിക്രി മാ സിത്തുഹു ബഅദ ഖൗലിഹി മുഅയ്യനത്തൻ എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ഷാരിഹ് എന്തൊക്കെ കൂട്ടി പറഞ്ഞോ ആ കാര്യങ്ങളും കൂടി മുസന്നിഫ് അവിടെ കൂട്ടി പറയേണ്ടി വരുമായിരുന്നേനെ. അതുകൊണ്ടാണ് ആ ജവാബിനെ പിന്തിപ്പിച്ച് പറയാതിരുന്നത്. കമാലഫ, അത് അവ്യക്തമല്ലല്ലോ, എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഫയഫൂത്തുൽ ഇഖ്തിസാറു അൽ മഖ്സൂദു ലഹു. കിതാബിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്? ഇഖ്തിസാർ, ചുരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശം എന്താകും? നഷ്ടപ്പെട്ടു പോകും. അതായത് ഇപ്പോൾ ഈ ഹറുമത്ത എന്നുള്ളത് ഈ രണ്ട് ഷർത്തും പറഞ്ഞാൽ ഔ ഇഖ്തലതത് മങ്കൂഹത്തുൻ ഔ ത്വല്ലഖ മുഅയ്യനത്തൻ സുമ്മ നസിയഹ ഹറുമത്ത എന്നുള്ള രണ്ടിൻ്റെയും കൂടി ജവാബായിട്ട് ശേഷമാണ് പറയുന്നത് എങ്കിൽ അപ്പോൾ ഇവിടെ പറഞ്ഞ മുഅയ്യനത്തൻ എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താവേണ്ടി വരും? അത് മടക്കി പറയേണ്ടി വരും. അപ്പോൾ അവിടെ എന്താവും? കിതാബിനെ നമ്മൾ ഇഖ്തിസാറാക്കുക എന്നുള്ള ലക്ഷ്യം അവിടെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ത്വലാഖിൻ്റെ ജവാബിന് മുസന്നിഫ് ഒഴിവാക്കിയത്. അതേപോലെ അതിൻ്റെ ജവാബ് ആദ്യത്തിൽ പറയാനുണ്ടായ കാരണവും അത് തന്നെയാണ്. ഇനി മുത്ലഖുൽ അംരി ലാ യതനാവലുൽ മക്റൂഹ എന്നുള്ള ഒരു ഏരിയയാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇന്ന് തൽക്കാലം കുറച്ച് മതി. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.